നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീ വന്ധ്യതയെക്കുറിച്ചാണ്. അതായത് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വന്ധ്യതയിലോട്ട് കിടക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഫിസിയോളജിക്കലി, അതായത് നോർമൽ ആയിട്ട് ഒരു സ്ത്രീയിൽ ഗർഭധാരണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. 28 ദിവസം പീരീഡ്സിന്റെ സൈക്കിളുള്ള മെൻസസ് സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഫിസിയോളജിക്കലി നോർമലായിട്ട് ഗർഭധാരണം നടക്കുക എന്ന് നോക്കാം. 28 ദിവസം പീരീഡ്സിന്റെ സൈക്കിൾ ഉള്ള ഒരു സ്ത്രീയാണെങ്കിൽ 14ാമത്തെ ദിവസം അവർക്ക് ഓവുലേഷൻ നടക്കണം. ഓവുലേഷൻ നടന്നിട്ട് ഓവം പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് അണ്ടം പുറത്തോട്ട് വിടണം. ഈ അണ്ടം ആരോഗ്യമുള്ള ഫെലോപ്പിയൻ ട്യൂബ്, അതായത് അണ്ടവാഹിനി കുഴലുകളിൽ എത്തിയിട്ട് പുരുഷ ബീജവുമായി ബീജസങ്കലനം നടക്കണം. ബീജസങ്കലനം നടന്നിട്ട് അവിടെ നിന്നുണ്ടാവുന്ന മുട്ട, അത് ഭ്രൂണം, അത് പിന്നെ നേരെ ആരോഗ്യത്തോടെ കൂടെ തന്നെ നോർമലായിട്ട് തന്നെ ഗർഭാശയത്തിലുള്ള ഗർഭപാത്രത്തിലെത്തണം. ഗർഭപാത്രത്തിലെത്തിയിട്ട് ഗർഭപാത്രത്തിലെ ഏറ്റവും അടിയിലെ പാളിയായ എൻഡോമെട്രിയത്തിൽ സ്ഥാപിക്കപ്പെടണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നോർമൽ പ്രോസസ്സ് നടക്കുന്നത്. ഈ നടക്കുന്ന ഏതെങ്കിലും പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായാലാണ് അത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, അത് ചെറിയൊരു ആർത്തവ ക്രമക്കേട് മുതൽ ആ ഒരു ചെറിയ ആർത്തവത്തിൽ ഉണ്ടാവുന്ന ക്രമരഹിതമായ ആർത്തവം അല്ലെങ്കിൽ ആർത്തവത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ശരിക്കും വന്ധ്യതയുടെ സൂചനകളാവും തരുന്നുണ്ടാവുക. അപ്പോൾ അതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. ആദ്യം തന്നെ ചികിത്സ കൊടുത്താൽ നല്ല ഫലപ്രദമാവുന്ന രീതിയിൽ ഒരു കുഞ്ഞ് എന്നൊരു സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ ലക്ഷണങ്ങളാവാം, പക്ഷെ അതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. ഫിസിയോളജിക്കലി എങ്ങനെയാണ് ഗർഭധാരണം നോർമലായിട്ട് നടക്കുക എന്നുള്ളത് നോക്കി. ഇനി എന്താണ് സ്ത്രീ വന്ധ്യത എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വർഷമായിട്ട് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്, എന്നിട്ടും പ്രഗ്നന്റ് ആവുന്നില്ല, ഗർഭധാരണം നടക്കുന്നില്ല. ഗർഭധാരണം നടക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം സ്ത്രീകളിൽ നേരിടുന്നുണ്ടെങ്കിൽ അത് വന്ധ്യത എന്ന് പറയാം. ചില സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞ ശേഷം തന്നെ ഇങ്ങനെ പ്രഗ്നന്റ് ആവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക്, അതായത് ഒരു കുഞ്ഞുണ്ടായിട്ട് അടുത്ത കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഗർഭധാരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക്. അതായത് ആർത്തവ ക്രമക്കേട്, അതായത് ക്രമരഹിതമായ ആർത്തവം, അല്ലെങ്കിൽ ആർത്തവമില്ലായ്മ, ഇല്ലെങ്കിൽ തന്നെ ആർത്തവ സമയത്ത് അതികഠിനമായ അസാധാരണമായ വേദന അനുഭവപ്പെടുക എന്നുള്ളതൊക്കെ പറയുന്നത്. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു വന്ധ്യത, സ്ത്രീ വന്ധ്യത ഉണ്ടാവാം എന്ന് നോക്കാം. നമ്മൾക്കറിയാം നോർമലായിട്ട് എങ്ങനെയാണ് ഗർഭധാരണം നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ നോർമലായിട്ട് ഗർഭധാരണം നടക്കുന്ന സമയത്ത് ആ സ്റ്റേജുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കണം. ഓവുലേഷൻ കറക്റ്റായിട്ട് നടന്നിട്ട് ഓവം കറക്റ്റായിട്ട് പുറത്തോട്ട് വിടണം. പുറത്തോട്ട് വിട്ടിട്ട് അത് ആരോഗ്യമുള്ള ഒരു അണ്ടവാഹിനി കുഴൽ ഉണ്ടാവണം. ആ ആരോഗ്യമുള്ള അണ്ടവാഹിനി കുഴലുകളുടെ നടുവിൽ വെച്ചിട്ട് പുരുഷ ബീജവും അണ്ടവും തമ്മിലുള്ള ബീജസങ്കലനം നോർമലായിട്ട് നടക്കണം. അതേപോലെ തന്നെ ഈ ബീജസങ്കലനം നടന്നു, മുട്ട, അതായത് ഭ്രൂണം ഉണ്ടായി. ഈ ഭ്രൂണം നല്ല രീതിയിൽ തന്നെ പാസ് ചെയ്ത് പോയിട്ട് ഗർഭാശയത്തിൽ എത്തണം. ഗർഭാശയത്തിലെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലെ ഏറ്റവും ചെറിയ ഒരു പാളി, അതായത് ഏറ്റവും അടിയിലുള്ള പാളിയായിട്ടുള്ള എൻഡോമെട്രിയത്തിന് നമ്മുടെ ഈ ഭ്രൂണം എത്തിയിട്ട് അവിടെ ഘടിപ്പിക്കപ്പെടണം. ഇങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള പ്രക്രിയ നടക്കുന്നത്. ഈ സമയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ഗർഭാശയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അതേപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അണ്ടവാഹിനി കുഴലുകളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. ഇതെല്ലാം വന്ധ്യതയ്ക്ക് കാരണമാകാം. ഇതിന് നമ്മുടെ ശരീരം ചെറിയ സൂചനകളൊക്കെ തരും. ആ സൂചനകൾ തരുന്ന സമയത്ത് തന്നെ നമ്മളത് നിസ്സാരമായി കാണാതെ അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ എടുത്താൽ പെട്ടെന്ന് തന്നെ ഈ വന്ധ്യത എന്നുള്ള ഈ ഒരു അവസ്ഥ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് എന്ന ഒരു സ്വപ്നത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കും.